ധിക്കാരിയെന്നോ നിഷേധിയെന്നോ വിളിച്ചാലും കൂസാത്ത, സ്വന്തം അഭിപ്രായങ്ങളെ സംഘടനയുടെ ചട്ടക്കൂട്ടിലോ വ്യക്തിബന്ധങ്ങളുടെ തടവറയിലോ തളച്ചിടാൻ തയ്യാറാവാത്ത ഒരു മഹാനടനാണ് ഇന്ന് നേരെ ചൊവ്വയിൽ പ്രതികരിക്കുന്നത്. താങ്കളെ എല്ലാ കാര്യവും നേരെ ചൊവ്വേ പറയുന്ന ഒരു രീതിക്കാരനാണ്. ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് അതിന് മാറ്റം വന്നിട്ടില്ല എന്ന വിചാരത്തിലാണ് ഞാൻ ചിലതൊക്കെ ചോദിക്കുന്നത്. മാറ്റം വന്നിട്ടുണ്ട്? മാറ്റം വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പല ആൾക്കാർക്ക് ഓരോരോ അഭിപ്രായം. നമ്മളിപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു മാറ്റം വന്നെന്ന് തോന്നിക്കും. നമുക്കിപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചെന്ന് വരില്ലല്ലോ, പറഞ്ഞൊരു സൗകര്യം. നമ്മളെ ഓരോ ടെൻഷൻ വെച്ചാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ യുവതലമുറയുടെ ആരാധനാപാത്രമായി നിൽക്കുമ്പോഴും പൊതുസമൂഹം നിങ്ങളെ അല്പം ഒരു അകൽച്ചയിലാണ് കാണുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആയ കാലത്ത് നമുക്ക് കുറച്ച് സാമ്പത്തികമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് സാമ്പത്തികത്തിൽ താന്നു പോകുമ്പോൾ നമ്മൾ ആൾക്കാരെ പൊതുവായിട്ട് അങ്ങനെ ആണല്ലോ, താന്ന് കിടക്കുന്നവന്റെ ചവിട്ടി താക്കത്തുണ്ട്. എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ആയ കാലത്ത് ഇച്ചിരി സാമ്പത്തികമൊക്കെ ഉണ്ടായിരുന്നു. സാമ്പത്തികമുള്ള കാലത്ത് എല്ലാവരും കാണുമ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം നമ്മളെ കയ്യിൽ പൈസ ഇല്ല, ഒരു ചെറിയ സാമ്പത്തിക ടൈറ്റ് വന്നുപോയി. അപ്പോൾ നമ്മളെ കാണുമ്പോൾ എല്ലാവരും ഒരു സൈസ് ചവിട്ടി താക്കലാണ്. പക്ഷേ പൊതുസമൂഹം ശരി എന്ന് വിശ്വസിക്കുന്ന ചില പെരുമാറ്റ രീതികളുണ്ട്. അതിനോട് പൂർണ്ണമായും സമരസപ്പെട്ടു വരുന്നില്ല എന്നതുകൊണ്ടാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ശരിയാണോ? ചില ആൾക്കാരെ പെരുമാറ്റം കാണുമ്പോൾ നമുക്കറിയാം അവർ നമ്മളെ പറ്റിക്കാനാണോ എന്തിനാണെന്നുള്ളത്. നമ്മളൊരു കാര്യമുണ്ട്, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഞാൻ അത് പറയും, അത് തെറ്റാണെന്ന് പറയും. കാരണം അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മള് നേരത്തെ പറഞ്ഞല്ലോ സാമ്പത്തികമുള്ളവരാണെന്ന്. ഇപ്പൊ നമ്മള് സാമ്പത്തികം കുറേ നിൽക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ബഹുമാനം കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഞാൻ ബഹുമാനം കൊടുക്കാറുമില്ല. അതിന്റെയൊക്കെ പേരിൽ തന്റെ അടി, അഹങ്കാരി എന്നൊക്കെയുള്ള ചില പദവികൾ പതിച്ചു കിട്ടുകയും നല്ലത് പറയുകയാണെങ്കിൽ ഞാൻ തൻ്റെ അടിയാ. അതിപ്പോൾ നമ്മളെ മക്കളാവട്ടെ, ആരാവട്ടെ, സ്വന്തം സമൂഹയുടെ ബന്ധുക്കാരാവട്ടെ, നമ്മൾ കാര്യം പറയുമ്പോൾ അത് തൻ്റെ അടിയാണേ നമ്മളെ കാണിക്കുള്ളൂ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? താങ്കൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കാരണം നമ്മളെന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമ്മളെ തൻ്റെ അടിയാക്കിക്കളി. അത് ഒരുപാട് ഈ സമൂഹത്തിലുള്ള. പക്ഷെ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലോ നമ്മൾ എന്ത് പറയുന്നത് ആ നമ്മൾ എന്ത് പറയുന്നത് അവിടെ വിലപ്പെട്ടു പോകും. കാരണം നമ്മളെ കയ്യിൽ പൈസ കുറവാണ്, സാമ്പത്തികം കുറവായ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മൾ തൻ്റെ അടിയേക്കാൾ കണക്കൂട്ടുള്ളൂ. ഈ പ്രായത്തിൽ കിട്ടുന്ന പണം ഭാവിയെ മുൻകരുതി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും പ്ലാൻ താങ്കൾക്കുണ്ട്? ചില കാര്യങ്ങൾ നമ്മൾ ആരും പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഓരോരോ കണക്കൂട്ടലുണ്ടല്ലോ. നമ്മളെ കയ്യിൽ എത്ര പൈസ ഉണ്ട്, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടും ബന്ധുക്കാർക്ക് ആർക്കെല്ലാം കൊടുക്കണം. നമ്മളെ കുടുംബത്തെയാണല്ലോ നമ്മൾ സുരക്ഷിതമാക്കേണ്ടത്. അതിപ്പോൾ നമ്മൾ ആർക്കും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കാര്യം നമ്മൾ നോക്കുക, പിന്നെ പറ്റുമെങ്കിൽ അടുത്തവരെ സഹായിക്കുക. സത്യം പറയണമെന്ന് താങ്കളെ അച്ഛൻ പഠിപ്പിച്ചു. പക്ഷെ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് എല്ലാ സത്യങ്ങളും പറഞ്ഞുകൂടാ എന്ന് താങ്കൾക്ക് ബോധ്യമായോ? സത്യം പറയാൻ എൻ്റെ വാപ്പ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ എല്ലാ സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില സ്ഥലത്ത് നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറ്റക്കാരനാവും. കാരണം സത്യം ചില സ്ഥലത്ത് സത്യം പറയാൻ പറ്റൂല. സത്യസന്ധമായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ അടിച്ച് താർക്കാൻ ആൾക്കാരുണ്ടാവും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇന്നത്തെ ലോകം. അതാണ് കള്ളം പറയുന്നവന് എപ്പോഴും ലോകം കൂട്ടുണ്ട്. അത് രാഷ്ട്രീയമാവട്ടെ, ജീവിതമാവട്ടെ, കുടുംബമാവട്ടെ, അവിടെ എല്ലാ സത്യമായിട്ട് പറയാൻ പറ്റൂല. താങ്കൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് മുതിർന്നവരോടൊക്കെ ബഹുമാനമുള്ള ഒരാളായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. പക്ഷെ താങ്കളെ കുറിച്ചുള്ള പൊതു സമൂഹത്തിന്റെ വിചാരം അങ്ങനെയല്ല. മുതിർന്നവരുടെ ബഹുമാനിക്കുന്ന കാര്യം നമുക്കറിയാം. എന്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുതിർന്നവർക്കാണ്. എന്റെ വീട്ടിൽ നിന്ന് തല്ല് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാരാണ് എന്നെ തല്ലുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളെ മക്കളെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി ചോദിക്കും, നീ എന്തിനാ തല്ലിയത്, നിന്റെ പൈസ എന്നെ ജീവിക്കുന്നത് ചോദിക്കും. അപ്പൊ മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കണം. ഇന്ന് മുതിർന്നവര് നമ്മളെ ഒരു മൈൻഡ് ചെയ്യുന്നില്ല. അവര് നമ്മളെ അതുപോലെ കാണുന്നത്. അപ്പൊ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലേ ബഹുമാനം വരുള്ളൂ. ഈ ബഹുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല. അത് പരസ്പരം ചിന്തിച്ച് എടുക്കേണ്ട ഒരു ബഹുമാനമാണ് ബഹുമാനം.